എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആം, ഞങ്ങൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നയനിധി പോളിസി കളക്ടീവ് എന്ന ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. എൻ്റെ പേര് സോണൽ, എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. ആം, ഞങ്ങൾ രണ്ടുപേരും നയനിധി പോളിസി കളക്ടീവിൻ്റെ കോഫൗണ്ടേഴ്സാണ്. കേരള ബേസ്ഡ് ആയിട്ട് സോഷ്യൽ സെക്ടറിൽ പബ്ലിക് പോളിസി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ. നയദൃഷ്ടി പോഡ്കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിനെയും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് പോളിസി ഇഷ്യൂസിനെ പറ്റി സംസാരിക്കാം എന്നൊരു ആശയത്തോടു കൂടി തുടങ്ങിയതാണ് ഈ പോഡ്കാസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും പബ്ലിക് പോളിസി ഫീൽഡ് എക്സ്പേർട്സ് ഒന്നുമല്ല, പഠിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും വായിച്ചും അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ ഫീഡ്ബാക്സ് കേൾക്കുക, അങ്ങനെ ഒരു ഇൻട്രാക്ഷനായിട്ട് ഇത് മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആം, അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് പേര് ട്രേഡ് ഓഫ്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ട്രേഡ് ഓഫ്സ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ആനന്ദ്, എന്താണ് ട്രേഡ് ഓഫ്സ്? വാട്ട് ഡു വി മീൻ ബൈ ട്രേഡ് ഓഫ്സ്? നമ്മൾ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ സോനൽ, ഹൗ ആർ യു സോനൽ? എന്താണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് വീണ് കൈ ഒടിഞ്ഞു ഫുട്ബോൾ ഓക്കെ. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. സോ അതാണ് സംഭവിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട് കൈ? കുഴപ്പമില്ല, ചെറിയ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷേ മുന്നോട്ട് പോകുന്നു. ഓക്കെ. ആ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്തായാലും ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ട്രേഡ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 200 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നിട്ടപ്പോൾ അതിന് ഞാൻ ഒരു സിനിമ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 200 രൂപേനെ കൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിലോ, ആ 200 രൂപ യൂസ് ചെയ്യാൻ എനിക്ക് പിന്നെ പറ്റില്ല. ആ 200 രൂപ ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതേസമയം ഇപ്പൊ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ സിനിമയാണെങ്കിൽ ആ 3 മണിക്കൂറും ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് ആ 3 മണിക്കൂർ നഷ്ടപ്പെടുകയാണ്. ആഹ് ഈ ഒരു കോൺസെപ്റ്റാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്കെന്തായാലും അൺലിമിറ്റഡ് പൈസയില്ല. നമ്മളുടെ പൈസ ലിമിറ്റഡ് ആണ്. നമ്മളുടെ സമയവും അതേപോലെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. സിനിമ കാണാൻ വേണ്ടി ഞാൻ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഉം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ട്രേഡ് ഓഫ്, ഒരു വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തണം, എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളൊരു ഐഡിയ. യാ എക്സാക്ട്ലി. അതുപോലെ ആനന്ദ് പറഞ്ഞ പോലെ ഈ ട്രേഡ് ഓഫ്സ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നമുക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്, റൈറ്റ്? അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ട്രേഡ് ഓഫ്സ് ഉണ്ട്. അതായത് ആനന്ദ് പറഞ്ഞൊരു ടൈം ഇൻഫിനിറ്റ് അല്ല. നമ്മുടെ ടൈം നമ്മൾ എങ്ങനെയാണ് അലോട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പൈസ ഇൻഫിനിറ്റ് അല്ല, നമുക്ക് കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ അത് ഓരോ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനും ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. നമ്മളൊക്കെ പറയാറില്ല, ദർ ആർ നോ പെർഫെക്റ്റ് ചോയ്സസ് എന്നൊക്കെ പറയാറുണ്ട്, റൈറ്റ്? അപ്പം നമ്മൾ ഏത് ജോലി എടുക്കണം, ഏത് കരിയർ എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം, അപ്പം ഇതൊന്നും പെർഫെക്റ്റ് ചോയ്സസ് ഒന്നുമില്ല. ഇതിനൊക്കെ ഒരു ട്രേഡ് ഓഫ്സ് ആണ് ഇതെല്ലാം. അതുപോലെയാണ് പബ്ലിക് പോളിസിയിലെ കോൺസെപ്റ്റും. അപ്പം ഈ പബ്ലിക് പോളിസിയിലെ ട്രേഡ് ഓഫ്സിനെ പറ്റി ഉള്ള കോണ്ടെക്സ്റ്റിൽ ഞാൻ എപ്പോഴും പബ്ലിക് പോളിസിയിൽ ട്രേഡ് ഓഫ്സ് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്ന ഒരു കോട്ടാണ്. ഇത് തോമസ് സോവൽ എന്ന് പറഞ്ഞൊരു എക്കോണമിസ്റ്റിൻ്റെ കോട്ടാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ എക്കോണമിസ്റ്റാണ്. പുള്ളി ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിലാണ് മരിച്ചത്. അപ്പം അദ്ദേഹം ലെജൻഡറി എക്കോണമിസ്റ്റ്, അമേരിക്കയിലെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിനെ പറ്റി ഒത്തിരി എഴുതുകയും ആ വിഷയത്തെപ്പറ്റി വളരെ ഫ്രഷായ പെർസ്പെക്റ്റീവ്സിലൂടെ അതിനെ കണ്ട ഒരു എക്കോണമിസ്റ്റാണ് തോമസ് സോവൽ. അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ്. അപ്പം ഈ പുള്ളി പബ്ലിക് പോളിസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ട്രേഡ് ഓഫ്സിനെ പറ്റി പുള്ളിയുടെ ഒരു കോട്ടുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ദർ ആർ നോ സൊല്യൂഷൻസ് ഇൻ പോളിസി, ഓൺലി ട്രേഡ് ഓഫ്സ്. ദർ ആർ നോ സൊല്യൂഷൻസ്, ഓൺലി ട്രേഡ് ഓഫ്സ്, റൈറ്റ്? അപ്പം പോളിസിനെ പലപ്പോഴും നമ്മൾ ഐഡിയലിസ്റ്റിക് ആയിട്ട് കുറേ സൊല്യൂഷൻസും നമ്മുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് കാണുന്ന ഒരു സാധനമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടാവും. പക്ഷെ പോളിസിയിൽ അങ്ങനത്തെ സൊല്യൂഷൻസ് ഇല്ല, ഉത്തരങ്ങളില്ല,
റൈറ്റ്? ട്രേഡ് ഓഫ്സേ ഉള്ളൂ. വിട്ടുവീഴ്ചകൾ മാത്രമേ ഉള്ളൂ. റൈറ്റ്? നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. റൈറ്റ്? അപ്പം പെർഫെക്റ്റ് ചോയ്സസ് ഇല്ല. ട്രേഡ് ഓഫ്സേ ഉള്ളൂ. റൈറ്റ്? അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങള് ഇങ്ങനെ ബസ്സിലായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രൈവറ്റ് ബസ്സിൽ നമുക്ക് എസ്ടി ടിക്കറ്റ് ഉണ്ട്. സ്റ്റുഡന്റ് ടിക്കറ്റ് ഉണ്ടാവും. റൈറ്റ്? അപ്പോൾ ₹1 നമുക്ക് ആ സമയത്ത് ₹1 സ്കൂളിൽ പോയി വരാം. ലൈക്ക് ഒരു സൈഡ് പോവാം. റൈറ്റ്? അപ്പം ഈ എസ്ടി ടിക്കറ്റ് എടുക്കുന്ന പിള്ളേരെ വണ്ടി കയറ്റാൻ കണ്ടക്ടർമാർക്കൊന്നും താല്പര്യമില്ല. ഈ ₹1 അവരെ കയറ്റണം. അപ്പോൾ ഗവൺമെന്റ് പോളിസിയാണ് പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് എസ്ടി ടിക്കറ്റ് വഴി കൊടുക്കണം എന്നുള്ളത്. വണ്ടിയിലുള്ള ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ കയറുന്നതും കൊണ്ട്. റൈറ്റ്? കാരണം നമ്മൾ വലിയ ബാഗും എല്ലാം പിടിച്ച് ഒച്ചയും ബഹളവും നമ്മൾ ഫുൾ അലമ്പുമായിട്ട് പിള്ളേർ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. റൈറ്റ്? അപ്പം ഈ ഒരു പോളിസി നമുക്ക് ചിന്തിക്കാം. സ്റ്റുഡൻസിന് എസ്ടി ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളത്. റൈറ്റ്? അപ്പം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചീപ്പായ റേറ്റിൽ നമുക്ക് ബസ്സിൽ കയറി പോകാം. പക്ഷേ ബാക്കിയുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംഫർട്ട് ആ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള പോവുകയാണ്. അവരുടെ സ്പേസ് കുറയുകയാണ്. ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസ അവർക്ക് നഷ്ടമാണ്. അപ്പം ഈ പോളിസിയിൽ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. സ്റ്റുഡൻസിനൊരു സ്റ്റുഡൻസ് അതിനകത്തൊരു വിന്നർ ആവുമ്പോൾ ആ പോളിസിനകത്ത് പലരും ലൂസേഴ്സ് ആണ്. അപ്പം അതുപോലെയാണ് റിയൽ ലൈഫിലും. അപ്പം എല്ലാ പോളിസിയിലും പബ്ലിക് പോളിസിനകത്തും ദെർ ആർ ഓൾവേസ് വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. ഒരു കമ്മ്യൂണിറ്റി വിന്നർ ആണെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റി ലൂസർ ആയിരിക്കും. അത് ഒരു റിലീജിയൻ 2 റിലീജിയൻസ് ആയിരിക്കാം, 2 കാസ്റ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കാം, 2 ഏരിയയിലുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കാം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ റിസോഴ്സസ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് ഇൻഫിനിറ്റ് റിസോഴ്സസ് ഇല്ല. അപ്പോൾ ഗവൺമെന്റ് ഒരു പോളിസിയിൽ പൈസ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ പോളിസിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ കുറയുവാണ്. റൈറ്റ്? സോ പബ്ലിക് പോളിസിയിൽ എപ്പോഴും ട്രേഡ് ഓഫ്സിനെ പറ്റി ചിന്തിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരു ട്രേഡ് ഓഫ്സിൻ്റെ ഗെയിം നടത്താറുണ്ട്. അപ്പം സ്റ്റുഡൻസിനെ എല്ലാവരെയും പല സ്റ്റേക്ക് ഹോൾഡേഴ്സായി ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 അവേഴ്സ് 2-3 അവേഴ്സ് ഒരു ഗെയിമാണ്. അവർക്കൊരു പോളിസി കൊടുത്തിട്ട് എന്താണ് അതിനകത്ത് ട്രേഡ് ഓഫ്സ് എന്ന് മനസ്സിലാക്കാൻ ഓരോ സ്റ്റേക്ക് ഹോൾഡറും ഒരു പോയിന്റ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ട്രേഡ് ഓഫ്സ് ഭയങ്കര കൂടുതലായതുകൊണ്ടും ബാർഗെയിനിങ് ഭയങ്കര കൂടുതൽ അടിയൊക്കെ ആവുന്ന സംഭവമാണ് ഗെയിമിനകത്ത് വരുന്നത്. സോ ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതും ഈ ഐഡിയ ആണ് ഞങ്ങളുടെ ഗെയിമിലൂടെയും. റൈറ്റ്? പല സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നമ്മൾ പോളിസിനെ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പം ഗവൺമെൻറ്, സിറ്റിസൺസ് ഇങ്ങനെ മാത്രമല്ല, സിറ്റിസൺസ് തന്നെ പല ഗ്രൂപ്പ്സ് ആണ്, പല ലൊക്കേഷൻസ് ആണ്, പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഇതിനകത്ത് എല്ലാവരും വിന്നേഴ്സ് ആയിരിക്കും, ചില ലൂസേഴ്സ് ആയിരിക്കും. സോ ഒരു പോളിസിയും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം ഐഡിയൽ ആയിട്ടുള്ളൊരു പോളിസി ഇല്ല. റൈറ്റ്? അതാണ്. സോ ദാറ്റ് ഈസ് വൈ പബ്ലിക് പോളിസി കോണ്ടെക്സ്റ്റിൽ ട്രേഡ് ഓഫ്സിനെ പറ്റി ചിന്തിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. റൈറ്റ്? ഓക്കെ. ഓൾറൈറ്റ്. അപ്പം നമുക്ക് ട്രേഡ് ഓഫ്സ് നമ്മളിങ്ങനെ തിയററ്റിക്കലി ഇങ്ങനെ വെറുതെ പറയാതെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിനെ പറ്റി ചിന്തിക്കാം. സോ ആനന്ദ്, എന്താണ് ട്രേഡ് ഓഫ്സിനെ പറ്റി നമ്മുടെ പോളിസി കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ? ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ ആലോചിച്ചത് സോനിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ. അതായത് ഗവൺമെന്റ് കയ്യിൽ ഇൻഫിനിറ്റ് റിസോഴ്സസ് ഇല്ല, ഇൻഫിനിറ്റ് മാൻ പവർ ഇല്ല. പക്ഷെ നമ്മളെപ്പോഴും ഗവൺമെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിചാരിക്കുന്നത് ഗവൺമെന്റ് കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, കുറെ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഗവൺമെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതാണ്. അതിലൊരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൈസയോ ഹ്യൂമൻ റിസോഴ്സൊക്കെ അതായത് ഗവൺമെന്റ് ഓഫീസേഴ്സിനെയോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതേ ആൾക്കാരെ വേറെ എടുത്ത് വെക്കാൻ പറ്റില്ല. ആ റിസോഴ്സ് അവിടെ നഷ്ടപ്പെടുകയാണ്. അവിടെ ഒരു ട്രേഡ് ഓഫ് ഉണ്ടാവുന്നുണ്ട്. സോനിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക്. അതിൽ പറഞ്ഞു ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ബിസിനസ്സുകൾ റൺ ചെയ്യുക, അതൊക്കെ പ്രൈവറ്റ് സെക്ടറും മാർക്കറ്റ്സും ഒക്കെ ആയിരിക്കും നടത്തുന്നത് നല്ലത് എന്ന് സോനിൽ പറയുന്നുണ്ടായിരുന്നു. ഉം. യാ. ഗവൺമെന്റ് ചിലപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരില്ല എന്നൊക്കെയുള്ള ഒരു ഐഡിയ. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഗവൺമെന്റ് കുറേ അധികം മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് കുറേ അധികം ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ബിസിനസ്സുകൾ റൺ ചെയ്യുന്നതിൽ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. അതാണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ കേരള ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ, കേരള ഗവൺമെന്റ് അടുത്തൊരു ടാക്സി സർവീസ് പോലെ കേരള സവാരി എന്ന് പറഞ്ഞിട്ട് ഊബറും ഓലയൊക്കെ പോലത്തെ ഒരു സർവീസ് തുടങ്ങുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും യാ. പ്രൈവറ്റ് സെക്ടർ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ കേരള ഗവൺമെന്റ് പറയുന്നത് ചിലപ്പോൾ ഇതിന് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉം. ഊബറും ഓലയും ചാർജ് ചെയ്യുന്നതിനേക്കാളും പൈസ കുറവായിട്ട് ചെയ്യാൻ പറ്റും, മിഡിൽമെൻ ആൾക്കാരെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും ഗവൺമെന്റ് പറയുന്നുണ്ടാവുക. എന്നാലും ഉം. അവിടെ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. അതായത് എന്തൊക്കെയോ വിട്ടുവീഴ്ചകൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം നടത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അതിലുള്ള ഒരു ഐഡിയ. കാരണം ഗവൺമെന്റ് എന്തൊരു പ്രൊജക്ട് നടത്തുന്നുണ്ടെങ്കിലും അവസാനം നമ്മുടെ ടാക്സ് പേയേഴ്സിന്റെ പൈസ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഉം. ഗവൺമെന്റ് ടാക്സി സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. സോപ്പ് ഉണ്ടാക്കുന്ന ബിസിനസ് ഗവൺമെന്റ് റൺ ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്നുണ്ട്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. ഇതൊക്കെ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഗവൺമെന്റ് പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ ആവും.
അതേസമയം ഇതേ ഈ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്പനി ഇതിന്റെയൊക്കെ ഹെഡായിട്ടിരിക്കുന്നത് ഐഎഎസ് ഓഫീസേഴ്സ് ആയിരിക്കും. ഉം. അവരുടെ വാല്യുബിൾ ടൈമും കാര്യങ്ങളൊക്കെ ചിലപ്പോ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മാറ്റിയിട്ട് സോപ്പ് ഉണ്ടാക്കാനും ഉം. ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു ട്രേഡ് ഓഫ് നടക്കുന്നുണ്ട്. ഇതാണ് യാഹ്. ഞാൻ പറയാൻ വിചാരിച്ച ഗവൺമെന്റ് ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഒരു ട്രേഡ് ഓഫ് പ്രശ്നം. നോ, ആബ്സല്യൂട്ട്ലി. ഞാൻ ഈ ഗവൺമെന്റ് ബിസിനസ് റൺ ചെയ്യുന്ന സംഭവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2, 3 വർഷം മുമ്പ് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഗവൺമെന്റ് ആ സമയത്ത് ഒരു ഒടിടി പ്ലാറ്റ്ഫോം തുടങ്ങിയിരുന്നു, കേരള ഗവൺമെന്റ്. അപ്പൊ കേരള ഗവൺമെന്റ് ഈ പപ്പടം വറക്കുന്ന പോലെ പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതിനകത്ത് ആം, ഈ സി സ്പേസ് എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് ഒടിടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലൈക്ക് ഒരു ₹199 നമുക്കൊരു മാസം, എനിക്ക് തോന്നുന്നു അതിലും കുറവായിരിക്കും തോന്നുന്നു. ചിലപ്പം ഇത്തിരി കൂടുതലായിരിക്കും. നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ അത് കുറച്ച് പേര് ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കിട്ടും. അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഉണ്ട്, മൂബി ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, സോണി ലൈവ് ഉണ്ട്. ഇഷ്ടംപോലെ ഒടിടി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കേരള ഗവൺമെന്റ് ഒരു പുതിയ ഒടിടി പ്ലാറ്റ്ഫോം കൂടെ തുടങ്ങേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട്, റൈറ്റ്? ഇൻഡിപെൻഡന്റ് ആൾക്കാർക്ക് മൂവീസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് ഉണ്ട്, റൈറ്റ്? അപ്പം ഗവൺമെന്റ് ഒന്നും കൂടെ തുടങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റ് ഈ കുറേ ബിസിനസ് ചെയ്യുന്ന സംഭവം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നൊരു കാര്യം ഈ സ്റ്റേറ്റ് കപ്പാസിറ്റിയുടെ ഒരു ഐഡിയ ആണ്, റൈറ്റ്? അപ്പം ഈ സ്റ്റേറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്നുള്ള സംഭവം ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് റീസെൻ്റ്ലി ഒരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു. കാർത്തിക് മുരളീധരൻ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഇന്ത്യൻ എക്കോണമിസ്റ്റ് ഇൻ ദ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു പുള്ളി ഉള്ള ഒരു എക്കോണമിസ്റ്റ്. പുള്ളി എഴുതിയൊരു ബുക്കാണ് ആക്സിലറേറ്റിംഗ് ഇന്ത്യാസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പുള്ളി ഒരു ബുക്ക് എഴുതി. അതായത് പുള്ളി ഇന്ത്യയുടെ സ്റ്റേറ്റ് കപ്പാസിറ്റി എത്ര കുറവാണെന്നുള്ള കാര്യം പുള്ളി സംസാരിച്ചിരുന്നു. അപ്പം അതിനകത്ത് സ്റ്റേറ്റ് കപ്പാസിറ്റി എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് ഒരു ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി. അതാണ് സ്റ്റേറ്റ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സാധനം. സോ ബാക്കി കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഈവൻ ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ചൈന പോലത്തെ ഒരു കൺട്രിയെ വെച്ച് നോക്കുമ്പോഴൊക്കെ ഇന്ത്യയുടെ സ്റ്റേറ്റ് കപ്പാസിറ്റി ഭയങ്കര ലോ ആണ്, റൈറ്റ്? അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിനെയും കൊണ്ടൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ അർത്ഥം. ഇതിൻ്റെ അകത്ത് അർത്ഥം ഗവൺമെന്റ് എംപ്ലോയീസിന് കഴിവില്ല എന്നോ അല്ലെങ്കിൽ അവർ മടിയന്മാരാണോ ഒന്നും അല്ല, അല്ലെങ്കിൽ എന്താ മടിച്ചികളാണോ ഒന്നും അല്ല അർത്ഥം. പക്ഷേ അതിന് മാത്രം ആളില്ല, അല്ലെങ്കിൽ ഫണ്ടില്ല, ആം, അല്ലെങ്കിൽ അവരുടെ മുകളിൽ അത്രമാത്രം ടാസ്ക് ഇട്ടിട്ട് അവർക്ക് ടാസ്ക് ചെയ്യാനുള്ള ടൈമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം, റൈറ്റ്? അപ്പം ഓൾറെഡി ഇന്ത്യയിലെ സ്റ്റേറ്റ് കപ്പാസിറ്റി ഭയങ്കര ലോ ആണ്. അപ്പോൾ കാർത്തിക് മുരളീധരൻ ആണോ എനിക്കറിഞ്ഞൂടാ, അതിനകത്ത് പറയുന്നൊരു നമ്പറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറൊരു പേപ്പറിൽ വായിച്ചതാണോ, അതൊരു നമ്പറുണ്ട്. ഇന്ത്യയിൽ 12 ജഡ്ജസ് ആണ് നമുക്കുള്ളത് ഒരു മില്യൺ ആൾക്കാർക്ക്. 12 ജഡ്ജസ് ആണ്. ഇപ്പം എല്ലാ ഡിസ്ട്രിക്ട് ഹൈക്കോർട്ട്, സുപ്രീം കോടതി മുഴുവൻ ജഡ്ജസിനെ എടുത്ത 12 ജഡ്ജസ് ആണ് നമുക്കുള്ളത് ഒരു മില്യൺ ആൾക്കാർ. യുഎസിൽ ഈ സെയിം നമ്പർ 108 ആണ്, റൈറ്റ്? എത്രയാണത്? ഓൾമോസ്റ്റ് 8, 10 മടങ്ങ് കൂടുതലാണ് യുഎസിലുള്ളത്. അപ്പം ഒരു കേസ് കോർട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരു മില്യൺ ആൾക്കാർക്ക് 108 ജഡ്ജസ് ഉണ്ടെങ്കിൽ കേസുകൾ പെട്ടെന്ന് 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 തീർന്നു പോകാൻ ഉള്ള കാരണമാവും. അത് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ് ആവും. നമ്മുടെയൊക്കെ പല സ്ഥലങ്ങളും തോട്ടങ്ങളൊക്കെ ഇപ്പം ഒരുപക്ഷെ കോർട്ട് കേസിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ ബിൽഡിങ്ങോ കാറോ ജീപ്പോ എന്തെങ്കിലും. അപ്പം സ്റ്റേറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടെ ഉണ്ടല്ലോ ആനന്ദേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗവൺമെന്റിന് കപ്പാസിറ്റി ഉണ്ടോ ഒരു ബിസിനസ്സും കൂടെ ചെയ്യാൻ, ഒരു ഒടിടി പ്ലാറ്റ്ഫോമും കൂടെ റൺ ചെയ്യാൻ? അല്ലെങ്കിൽ ആ ഗവൺമെന്റ് എംപ്ലോയീസ് നമുക്ക് അത്രമാത്രം ഉണ്ടോ, അല്ലെങ്കിൽ ഫണ്ട് അത്രമാത്രം ഉണ്ടോ, റൈറ്റ്? അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അത്രയും ടൈം ഉണ്ടോ ഒരു ബിസിനസ്സും കൂടെ റൺ ചെയ്യുന്ന കാര്യത്തിനകത്തോടെ ഇടപെടാൻ വേണ്ടി? സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റും കൂടി ഇല്ലേ? ഡെഫിനറ്റ്ലി. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്തായാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്. ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആഹ്, ഇപ്പോഴും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് അത്ര ശരിയായിട്ടുള്ള ഒരു രീതിയിലല്ല മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് കുറേ പുവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പോവർട്ടി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉള്ളപ്പോൾ ഗവൺമെന്റ് ഒരു ഒടിടി പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു ടാക്സി സർവീസോ ആണോ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്? അവരുടെ സോനിൽ പറഞ്ഞതുപോലെ ഒരു ലിമിറ്റഡ് സ്റ്റേറ്റ് കപ്പാസിറ്റി വെച്ചിട്ട് എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്, ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആസ് സിറ്റിസൺസ്. കാരണം ഞാനെപ്പോഴും ആലോചിക്കുമ്പോൾ ഗവൺമെന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ലോ ആൻഡ് ഓർഡർ Yeah. സിസ്റ്റം, നമ്മുടെ ഉം. പോലീസ്, കോർട്ട് സിസ്റ്റം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ടും ഇപ്പൊ സോനിൽ പറഞ്ഞു ഏഹ്, ഇന്ത്യയിലുള്ള ജഡ്ജസിന്റെ കാര്യം. അത്രയും അധികം ജഡ്ജസ് ഇല്ല നമ്മുടെ കോർട്സിൽ എന്നൊക്കെ. അപ്പോൾ ഉം. ആവശ്യത്തിനുള്ള ജഡ്ജസിന് എന്താ പറയുക അപ്പോയിന്റ് ചെയ്യുക, പോലീസ് Yeah. ഫോഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗവൺമെന്റ് സ്റ്റേറ്റ് കപ്പാസിറ്റി വെച്ചിട്ട് റിസോഴ്സ് Yeah. വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം പോലത്തെ വാക്സിനേഷൻ സിസ്റ്റംസ് ഒക്കെ റൺ ചെയ്യാം.
കാരണം ഒരു Yeah. പ്രൈവറ്റ് സെക്ടറിന് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഹോസ്പിറ്റലിന് ചിലപ്പോൾ ഇൻസെന്റീവ് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ആൾക്കാർക്ക് അസുഖം വരണം എന്നായിരിക്കും. ഇപ്പൊ ഒരു Mhm. വാക്സിനേഷൻ പ്രോഗ്രാം ഒക്കെ ചിലപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഗവൺമെന്റ് ആയിരിക്കും. ഒരു ഹോസ്പിറ്റൽ ഒരിക്കലും ചിലപ്പോൾ ഒരു വാക്സിനേഷൻ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കണം എന്നില്ല. പിന്നെ ഒരു Mm. പരിധിവരെ സ്കൂൾസ് റൺ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു സ്കൂൾസ് ശരിക്കും Mm. ഗവൺമെന്റ് റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ. പക്ഷെ Mm. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അത്രയും അധികം യങ് പോപ്പുലേഷനും ഒക്കെ ഉള്ളപ്പോൾ സ്കൂൾസ് ചിലപ്പോൾ റൺ ചെയ്യേണ്ടി വരും. അത് ഞാൻ കുറ്റം പറയുന്നില്ല ഗവൺമെന്റിനെ. സ്കൂൾസ് റൺ ചെയ്യിപ്പിക്കുക, ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. Mm. ഇതിന്നൊക്കെ ട്രേഡ് ഓഫ് നടത്തിയിട്ട് ഗവൺമെന്റ് വേറെ കുറെ കാര്യങ്ങൾ റൺ ചെയ്യിപ്പിക്കണോ എന്നുള്ളതാണ് എന്റെയും ഒരു പ്രധാന ചോദ്യം. അതാണ് ഞാൻ ഈ ഒരു Mm. എക്സാമ്പിൾ പറയാമെന്ന് വിചാരിച്ചത്. സോനിൽ പറഞ്ഞ Mm. വേറൊരു കാര്യം, അതായത് നമ്മൾ പലപ്പോഴും ഒരു ഗവൺമെന്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു പണിയും എടുക്കാതെ ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരിക. നമ്മളത് പല Yeah. സിനിമകളിലും സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. Yeah. ഞാനും സോനിലും രണ്ടുപേരും ഒരു ഗവൺമെന്റ് ഓഫീസുകളിൽ വർക്ക് ചെയ്തതാണ്. നമ്മൾക്കറിയാം എത്രയാണ് ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് Yeah. നടക്കുന്നത്, എന്തൊക്കെ ഡിഫറെന്റ് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. Yeah. അപ്പോൾ ഇവരാരും മടിയന്മാരായതുകൊണ്ടല്ല ചെയ്യാത്തത്. കുറെ ഡിഫറെന്റ് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഗവൺമെന്റ് കുറെ ഡിഫറെന്റ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. അവിടെ ഒരു Yeah. വലിയൊരു ട്രേഡ് ഓഫ് ഉണ്ട് ഗവൺമെന്റ് ഇങ്ങനെ ഡിഫറെന്റ് Yeah. കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടി Yeah. ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക. ഇനി മുതൽ നമ്മളും ആസ് സിറ്റിസൺസ് ആലോചിക്കുക, ഗവൺമെന്റ് ഒരു പുതിയ OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരുമ്പോൾ ഇതാണോ അത്യാവശ്യം ഒരു ട്രേഡ് ഓഫ് Yeah. ചെയ്യേണ്ട അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നമ്മൾ Yeah. ആലോചിക്കുക. അതും കൂടി Yeah. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ. യാഹ്. നോ, നീ ആ ഗവൺമെന്റ് എംപ്ലോയീസ് മടിയന്മാരാണെന്ന പോയിന്റ് ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇപ്പം എന്റെ ഓഫീസിലുണ്ടായിരുന്ന യുനോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് അവരൊക്കെ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഈ ഏരിയാസിലൊക്കെ മാസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര ബ്രില്യന്റ് ആയ ആൾക്കാരാണ്. പക്ഷെ ഈ ഗവൺമെന്റ് ഓഫീസിൽ വന്നിട്ട് ഈ ഈ അട്ടി അട്ടി ഫയലുകളും പേപ്പറുകളും കാരണം ഇവരുടെ മെയിൻ പരിപാടി എഴുത്തും പേപ്പർ എഴുതുക ഇതാക്കുക. ഒരു എക്കണോമിക്സ് ഇതിലൂടെയോ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയോ ഒരു സർവേയിലൂടെയോ റിസർച്ചിനെ പറ്റി ഒന്നും ചിന്തിക്കാനോ ക്രിയേറ്റീവായിട്ട് ഇത് ചെയ്യാനോ ഉള്ളൊരു ടൈം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സംഭവം. അപ്പം ഇവർ പണിയെടുക്കുന്നില്ല എന്നുള്ളതല്ല, ഒരു പണിയിലും ഫോക്കസ് ചെയ്യാനോ ഡീപ്പായിട്ട് പോകാനോ ഉള്ളൊരു ടൈം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാ ഞാൻ മനസ്സിലാക്കിയൊരു പ്രശ്നം. ബട്ട് എനിവേ നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. ഓക്കെ. എന്താ ആനന്ദ്, ട്രേഡ് ഓഫ്സിനെയും പബ്ലിക് പോളിസിനെയും കണക്ട് ചെയ്യുന്ന വേറെ എക്സാമ്പിൾ? ഓക്കെ. സോനിൽ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ട്രേഡ് ഓഫിനെ പറ്റി ഇനീഷ്യലി പബ്ലിക് പോളിസി പറയുമ്പോൾ. അതായത് എപ്പോഴും ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ വിന്നേഴ്സും ലൂസേഴ്സും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാനൊരു ആലോചിച്ചൊരു കാര്യം ടാരിഫ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറേയധികം ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ 50% ടാരിഫ് ചുമത്തി. അതിപ്പം റീസെന്റ് റിമൂവ് ചെയ്തു, 18% കുറച്ചു എന്നൊക്കെ കേട്ടു. ഇന്ത്യ 0% ടാരിഫിലേക്ക് പോകാൻ പോവാണ് US-ന്റെ കൂടെ എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട്. ടാരിഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ആർട്ടിക്കിളൊക്കെ കുറച്ചു കാലം മുന്നേ എഴുതിയിരുന്നു. അതിന്റെ ലിങ്ക് ഒക്കെ ഷോ നോട്ട്സിൽ ഇടാം. എന്തായാലും ടാരിഫ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പോളിസിയാണ് നമ്മൾക്ക് ആ വിന്നേഴ്സും ലൂസേഴ്സിന്റെയും ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അമേരിക്ക 50% ടാരിഫ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ടാരിഫ് എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്കുള്ള ഒരു നികുതി പോലെയാണ്. അതായത് 50% ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു സാധനമാണ് ഇന്ത്യ US-ലേക്ക് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ US-ൽ എത്തുമ്പോൾ 150 രൂപയാവും 50% ടാക്സ് പോലെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ത്യ അയക്കുന്ന സാധനങ്ങളുടെ പൈസ കൂട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് US ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ US പറയുന്നത് അവരുടെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും, ലോക്കൽ കമ്പനികളെ. ഉദാഹരണത്തിന് ഒരു ടീഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനി US-ൽ 200 രൂപക്കാണ് ടീഷർട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അത് 100 രൂപക്കാണ്, ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് കമ്പനികൾ 100 രൂപക്കാണ് US-ലേക്ക് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ബിസിനസ് പോകാൻ സാധ്യതയുണ്ട്. അയാൾ 200 രൂപയുടെ അയാളുടെ ഷർട്ട് വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യത്തിൽ US ഗവൺമെന്റ് ചിലപ്പോൾ ഒരു 100% ടാരിഫ് വെച്ചിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ അയക്കുന്ന ഈ ടെക്സ്റ്റൈൽ ഐറ്റം 200 രൂപയാക്കാൻ നോക്കും. അതുവഴി നമ്മളുടെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ, അവിടുത്തെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ, ലോക്കൽ മാനുഫാക്ചറേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് മിക്കവാറും ടാരിഫ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം. ഇന്ത്യയും അങ്ങനെ കുറെ രാജ്യങ്ങളുടെ മേലെ ടാരിഫ് ചാർജ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കാത്തൊരു സംഭവം, ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ കുറെ അധികം ടാരിഫ് ഇന്ത്യൻ കമ്പനീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു കേസുകളുമുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായാലും അൾട്ടിമേറ്റ്ലി വേറൊരു രാജ്യത്ത് നിന്ന് വരുന്ന ഐറ്റത്തിന്റെ പൈസ കൂട്ടുന്ന ഒരു സാധനമാണ്. ഇന്ത്യ ഒരു 50% ടാരിഫ് വെച്ച് കഴിഞ്ഞാൽ 50% ടാക്സ് ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവുന്നത് പോലെയാണ്. ആ പ്രൊഡക്റ്റിന് പിന്നെ ഇന്ത്യൻ കൺസ്യൂമേഴ്സ്, അതായത് നമ്മളൊക്കെ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിന് അത്രയും പൈസ കൂടുകയാണ്, 50% പൈസ കൂടുകയാണ്.
ഇവിടെ ഉം. ഇപ്പോ ശരിക്കും ലോക്കൽ കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ടാരിഫ് കൊണ്ടുവരുമ്പോൾ ഇമ്പാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളുടെ കൺസ്യൂമേഴ്സിനാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കാണ്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ പൈസ കൂടുന്ന ഒരു സാഹചര്യം വരും. അതേസമയം വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവുന്നത് ഇവിടത്തെ കമ്പനികൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ ഇറക്കുമതി എന്തെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കമ്പനികൾ എല്ലാ സാധനവും നമ്മൾക്ക് ഒരുമിച്ച് ഇന്ത്യയിൽ തന്നെയുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പുറത്തുനിന്നൊക്കെ ഉം. എന്തായാലും ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഉം. അങ്ങനത്തെ കമ്പനികൾക്കും ഒരു പ്രശ്നമാണ് 50% ടാരിഫ് പോലത്തെ ടാരിഫ് ഒക്കെ ഉണ്ടാവുമ്പോൾ. കാരണം ഇന്ത്യയിലേക്ക് ഒരു സാധനം വരുമ്പോൾ 50% പൈസ കൂടുകയാണ്. അവരുടെ ഉം. ബിസിനസ്സിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുണ്ടാക്കുന്ന സാധനങ്ങളുടെ പൈസ കൂടാൻ സാധ്യതയുണ്ട്. ഉം. അപ്പൊ ലോക്കൽ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ടാരിഫ് വെക്കുമ്പോൾ അത് ലോക്കൽ കമ്പനികൾ ചിലപ്പോൾ ഒരു വിന്നേഴ്സ് ആവും ആ പോളിസിയിൽ. പക്ഷെ അവിടെ ലൂസേഴ്സ് ആവുന്നത് കൺസ്യൂമേഴ്സ് ആണ്, സാധാരണക്കാരാണ്. അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസ കൂടുകയാണ്. അതേസമയം ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും ഒരു ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അവരും ലൂസേഴ്സ് ആണ് ഈ പോളിസിയിൽ. ഉം. ആ ഒരു ഉം. ഐഡിയ ആണ് ഞാൻ പറയാൻ വിചാരിച്ചത്. കാരണം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ യുഎസ് 50% ടാരിഫ് വെച്ചതുകൊണ്ട് നമ്മളും 50% ടാരിഫ് വെക്കണം എന്നൊക്കെ ഉം. പറയുന്നവരൊക്കെ കാണാറുണ്ട്. ഏഹ് ഉം. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മള് സീറോ ടാരിഫ് വെക്കാൻ പറ്റുമെങ്കിൽ സീറോ ടാരിഫ് വെക്കുക എന്നുള്ളതാണ്. കാരണം ഏഹ് ടാരിഫ് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ഇവിടെ വരുന്ന ഐറ്റത്തിന്റെ പൈസ കൂടുക എന്നുള്ളൊരു സാധനം തന്നെയാണ് നമ്മളുടെ കൺസ്യൂമേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉം. പിന്നെ ചില കേസുകളിൽ ഇപ്പൊ ചൈനയൊക്കെ നമ്മളുടെ രാജ്യത്തിലേക്ക് സ്റ്റീലൊക്കെ ഡംപ് ചെയ്യുന്ന പോലെ, അതായത് വളരെ ചീപ്പായിട്ടുള്ള പൈസക്ക് ചൈനയിൽ തന്നെ വിൽക്കുന്നതിനേക്കാളും പൈസ കുറച്ചിട്ടൊക്കെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിന് ഡംപിംഗ് ഉം. എന്നാണ് പറയുക. അതായത് ഇന്ത്യൻ സ്റ്റീൽ ഉം. കമ്പനീസിനെ തകർക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ഉം. പോളിസീസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തതിനൊക്കെ ഉം. നമുക്ക് ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സ് ചാർജ് ചെയ്യാറുണ്ട്. ഉം. അങ്ങനത്തെ ചില എക്സെപ്ഷണൽ കേസുകളിൽ മാത്രം ടാരിഫിനെ പറ്റി ആലോചിക്കുക. അല്ലാത്ത ഉം. പക്ഷം നമ്മൾ ടാരിഫ് ഇല്ലാത്തൊരു സംഭവമായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവിടെയും ഒരു ട്രേഡ് ഓഫ് നടക്കുന്നുണ്ട്. വിന്നേഴ്സും ഉം. ലൂസേഴ്സും ആ പോളിസിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ ആണ്. ഉം. യാഹ്. Yeah. സോണലിന് എന്താ എ ഐഡിയ എ ഉള്ളത്? എടാ ഞാൻ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ട്രംപ് ഇപ്പൊ ഇത്രയും താരിഫ്സും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന പബ്ലിക് പോളിസിയിൽ ആക്ച്വലി ഒരു കോമൺ സെൻസ് സാധനമാണ് ടാരിഫ്സ് വെച്ചേം കൊണ്ട് ഇപ്പം നമ്മുടെ കൺസ്യൂമേഴ്സിനെ നമ്മൾ ഹേർട്ട് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എന്താ ഗുണം എന്നുള്ള സാധനം. അറ്റ്ലീസ്റ്റ് എനിക്ക് കോമൺ സെൻസ് ആണ്. ചിലപ്പോൾ ആയിരിക്കണം എന്നില്ല. ആം, അപ്പോ ഈ ഇപ്പൊ ട്രംപിന് ഇങ്ങനത്തെ അഡ്വൈസസ് ഒക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എക്കണോമിക് അഡ്വൈസസ് ഉണ്ടാവില്ലേ? ഇവർ ഈ താരിഫ്സ് വെക്കുന്നതിന്റെ പുറകിലുള്ള എന്താണ് ചിന്തിക്കുന്നത്? അതിനകത്തൊരു പൊളിറ്റിക്കൽ വയബിലിറ്റിനെ പറ്റി എന്താ? ആ ഒരു സാധനത്തെ പറ്റി എന്താണ് എന്താ നിനക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ടാരിഫ് ഒക്കെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഉം. കാരണം ഞാൻ എൻ്റെ രാജ്യത്തിലെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രാജ്യത്തിലുള്ള ഇറക്കുമതി കൺട്രോൾ ചെയ്യുക. വേറൊരു ഇപ്പൊ ഉം. ചൈന വളരാതെ ഞാൻ നോക്കുക. ചൈന കുറേയധികം ഉം. ബിസിനസ് ഇന്ത്യയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെയുള്ള ഒരു ഉം. നെറേറ്റീവ് ആണ് അവിടെ ഗവൺമെന്റ്സും പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയാറുള്ളത്. Yeah. ആഹ് അത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സാധനമാണ്. നമുക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും ചൈനയുടെ ഇമ്പോർട്ട്സ് വരുന്നത് കുറയും ടാരിഫ് വെച്ച് കഴിഞ്ഞാൽ. ഉം. പക്ഷെ നമ്മളിത് ചിലപ്പോൾ ആലോചിക്കില്ല. ഇതിലെ ലൂസേഴ്സ് ആരാണെന്ന് ആലോചിക്കില്ല. ലൂസേഴ്സ് സാധാരണക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിരിക്കും. അവർക്ക് നാളെ ഒരു ഷർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് രൂപ 250 രൂപയാവും. 300 രൂപയാവും ടാരിഫ് ഉള്ളതിനെ കൊണ്ട്. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ നമ്മൾക്ക് ആൾക്കാർക്ക് ചിലപ്പോ ആൾക്കാരുടെ മനസ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ചിലപ്പോൾ അങ്ങനത്തെ നെറേറ്റീവുകൾ പറയുന്നതായിരിക്കും. നമ്മൾ ചൈന ഇവിടെ ബിസിനസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്തു ടാരിഫ് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. Yeah. പക്ഷെ ഇതിനൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ലൂസേഴ്സും ഉണ്ട് ഈ പോളിസിയിൽ. പെർഫെക്റ്റ് പോളിസി അല്ല. സോനിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയാ, നോ സൊല്യൂഷൻസ് ദർ ആർ ഓൺലി ട്രേഡ് ഓഫ്സ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ്. ഇതൊരു പെർഫെക്റ്റ് Yeah. സൊല്യൂഷൻ അല്ല ടാരിഫ് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ആലോചിച്ച് ഒരു ട്രേഡ് ഓഫ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Yeah. അല്ല എനിക്ക് ഇതിനകത്ത് ഈ പലപ്പോഴും ഈ ടാരിഫ്സിന്റെ കേസിൽ, ഈ ടാക്സിന്റെ ഒക്കെ കേസിൽ ആൾക്കാരിത് പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അതായത് ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് പറയാണ് ഞങ്ങൾ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്ട്സിനെ ടാരിഫ് വെച്ചു, അല്ലെങ്കിൽ യുഎസ് നിന്നുള്ള പ്രൊഡക്ട്സിനെ ടാരിഫ് വെച്ചു. ഞങ്ങളുടെ ഗവൺമെന്റ് എന്ത് അടിപൊളിയാണ്, നമ്മുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗവൺമെന്റ് എന്ത് അടിപൊളിയാണ് എന്ന് പറയും. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, അവര് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് അത് അവർക്ക് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യണേന്ന് ആ ഒരു ട്രേഡ് ഓഫ് കാണാൻ പറ്റുന്നില്ല, റൈറ്റ്? എനിക്ക് തോന്നുന്നത് ഭയങ്കര നാച്ചുറൽ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ
ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്തോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ഞാൻ അവിടെ എൻ്റെ ചേട്ടൻ്റെ വീട് അവിടെയാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ആഹ്, ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോയാണ് എടുക്കാറ്. അപ്പം ഞാൻ ഓട്ടോ എടുക്കാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്യും റൈറ്റ്. അപ്പം ഞാൻ അവിടെ വന്ന് നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് നടന്ന് ഇപ്പുറം വന്ന് നിന്നിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ഊബർ ബുക്ക് ചെയ്യായിരിക്കും പൊതുവേ. അപ്പോൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഊബർ ഓട്ടോയിൽ ഏകദേശം ഒരു രൂ. 70 കാണിക്കും റൈറ്റ്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുന്ന സമയത്ത് ബാഗൊക്കെ പിടിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരോട് ചോദിക്കും എങ്ങോട്ടാ പോവാനുള്ളത് പോകുന്നുണ്ടോ? അപ്പം ഞാൻ പറയും ഇല്ല ഏട്ടാ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അവര് ചിരിക്കോ, തമാശ പറയോ എന്തേലും ചെയ്തിട്ട് എന്നോട് ചോദിക്കും എത്ര രൂപയായി ഊബറിൽ. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംഭവിച്ചത്. എത്ര രൂപയാന്ന് ചോദിച്ചു എന്നോട് ഊബറിൽ. അപ്പൊ ഞാൻ പറഞ്ഞു 70 രൂപയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ഒരുമാതിരി ഭയങ്കര അവര് ഒരുമാതിരി ദേഷ്യവും തമാശയൊക്കെ ആയിട്ട് അവര് കാണുന്നു. 70 രൂപയ്ക്കൊക്കെ എങ്ങനെയാ ഈ സ്ഥലത്തോട്ട് പോവാ? അതെങ്ങനെയാ വയബിൾ ആവുക? അതെന്ത് ആഹ് എന്താ പറയാ, ഊബറുകാര് കാണിക്കുന്നത് എന്ത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊരു കോൺവെർസേഷനിലോട്ട് അവര് പോയി. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ഓട്ടോ വന്നു, ഊബർ ഓട്ടോ വന്നു. ഞാനതിനകത്ത് കയറി വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ചിന്തിക്കുവായിരുന്നു. ആക്ച്വലി ഊബർ എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി അവര് ആം, ആൾക്കാരുടെ അവരിങ്ങനെ അവരത്രയും വലിയ കമ്പനി ആയതുകൊണ്ടല്ലേ ഇത്രയും സബ്സിഡൈസ്ഡ് ആയ റേറ്റിൽ നമുക്ക് യുനോ ട്രാവൽ പോസിബിൾ ആക്കുന്നത്. അത് ഓട്ടോക്കാരോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ് അല്ലേ? അവര് കുറച്ചും കൂടി ഒരുപക്ഷെ ഡിസേർവ് ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ അത് തെറ്റല്ലേ എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലോട്ട് ഇമ്മീഡിയേറ്റ്‌ലി പോയി. അപ്പഴാ അപ്പോൾ ഞാൻ മനസ്സിലാക്കായിരുന്നു വെയിറ്റ് എ സെക്കൻഡ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഈ 70 രൂപയാക്കിയത് കൊണ്ട് ഗുണമുണ്ടായത് എനിക്കാണ്. റൈറ്റ്? ഞാൻ എന്നെപ്പോലത്തെ കൺസ്യൂമേഴ്സിനാണ് ഗുണമുണ്ടായത്. ഞാൻ അത് ചിന്തിക്കുന്നില്ല. ഓട്ടോക്കാർക്കുണ്ടായ ഇൻജസ്റ്റിസ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. റൈറ്റ്? തിരുവനന്തപുരത്ത് മൊത്തം ലെറ്റ്സ് സേ ഒരു 1,00,000 ഓട്ടോറിക്ഷ അല്ല ടൗണിൽ മൊത്തം ഒരു 1,00,000 ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ആം, ഓൾമോസ്റ്റ് ഈ 10,00,000 കൺസ്യൂമേഴ്സ് ഉണ്ട്. റൈറ്റ്? അപ്പോൾ ആ കൺസ്യൂമേഴ്സിനാണോ ഗുണം വരേണ്ടത്? അതോ ഓട്ടോറിക്ഷക്കാർക്കാണോ ഗുണം വരും? 2 പേർക്കും വരണം. പക്ഷേ ഞാൻ എന്ന കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാതെ ഞാൻ പെട്ടെന്ന് ഇമ്മീഡിയേറ്റ്‌ലി ഓട്ടോക്കാരെ പറ്റി ചിന്തിച്ചു. റൈറ്റ്? ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മൾ താരിഫ്സിന്റെ കേസിലും ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്? നമ്മളെല്ലാവരും ജനറലി ചിന്തിക്കുന്ന ആ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തു. പക്ഷേ കൺസ്യൂമേഴ്സിന് ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. സോ ഐ തിങ്ക് ഈ ടാരിഫ്സ് എന്നുള്ളൊരു ലെസൺ ഈസ് ഒരു ടാരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു സൈഡിൽ നടക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ലൂസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറെ സൈഡിൽ നടക്കുന്നത്. സോ ഏതാണ് നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഈ ടാരിഫ്സിനെ പറ്റി കുറേയും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗുണമുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. നമ്മളിപ്പോൾ 2 എക്സാമ്പിൾസ് പറഞ്ഞു. ഒന്ന് ഗവൺമെന്റ് ഇൻ ബിസിനസ്, ഒന്ന് ടാരിഫ്സ് റൈറ്റ്. മൂന്നാമത്തെ എക്സാമ്പിള് ഒരു കേരള സ്പെസിഫിക് ആയിട്ടൊരു എക്സാമ്പിൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കേരളത്തിൽ നടന്ന ലാൻഡ് റിഫോംസിനെ പറ്റിയാണ് റൈറ്റ്. ഭൂപരിഷ്കരണം റൈറ്റ്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മുടെ സ്റ്റേറ്റ് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവ് മാത്രമല്ല, നമ്മൾ വളരെ ലക്കിയാണ് ജോഗ്രഫിക്കലി. നമുക്കൊരു ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട് കേരളത്തിന് റൈറ്റ്. 2 ഡിസ്ട്രിക്റ്റിൽ വെച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിനും ഒരു കോസ്റ്റ് ഉണ്ട്. തീരമുണ്ട്, ബീച്ചസ് ഉണ്ട്. അപ്പം ആം, നമുക്ക് മഴ നന്നായി കിട്ടുന്ന സ്ഥലമാണ്. വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ തൊട്ട് സൈഡിലാണ്. വളരെ ഗ്രീനായ സ്റ്റേറ്റ് ആണ്. അപ്പം അതിനുള്ള അനുയോജ്യമായ ക്ലൈമറ്റ് ആണ്. വെരി അഗ്രികൾച്ചറൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ് റൈറ്റ്. കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല സോയിലും എല്ലാ രീതിയിലും ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതിനകത്ത് എസ്പെഷ്യലി പാഡി കൾട്ടിവേഷൻ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമാണ് കേരളം. പക്ഷേ ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എക്കണോമിക് ഔട്ട്പുട്ട് GSDPയുടെ ഒരു ഏകദേശം ഒരു 7-9% മാത്രമേ അഗ്രികൾച്ചർ ഉള്ളൂ റൈറ്റ്. 1960-ലൊക്കെ അത് ഓൾമോസ്റ്റ് 60% അല്ലെങ്കിൽ 55-60% 1960-കളിൽ. അത് ഇന്ന് വെറും ഒരു 8% അല്ലെങ്കിൽ അതിൽ കുറവായി മാറി റൈറ്റ്. അപ്പം ഇത്രയും അഗ്രികൾച്ചറൽ ഫ്രണ്ട്ലി ആയ സ്റ്റേറ്റ്. അതേസമയം നമ്മളിപ്പോൾ പഞ്ചാബോ ഹരിയാന പോലത്തെ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഒട്ടും അഗ്രികൾച്ചറൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല. പക്ഷെ അവിടുന്നാണ് ഏറ്റവും കൂടുതൽ റൈസും വീറ്റും കൾട്ടിവേഷനും നടക്കുന്നത് റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അഗ്രികൾച്ചറൽ ഫ്രണ്ട്ലി ആയ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ഏറ്റവും അനുയോജ്യമായ സ്റ്റേറ്റിൽ അത്തരം അഗ്രികൾച്ചർ നടക്കാത്തത് റൈറ്റ്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കേരള സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ നടന്ന കുറച്ച് ഇവൻറ്റ്സ് ആണ് റൈറ്റ്. ഇത് മെയിനായിട്ട് നടന്നൊരു കാര്യം ലാൻഡ് റിഫോംസ് ആയിരുന്നു. അപ്പം നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ആം, ഈ ജമീന്ദാർസും അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറയുമ്പോൾ ബൂർഷകൾ റൈറ്റ്. അവർ
ലാൻഡ് ഓണേഴ്സ് വലിയ ലാൻഡുകൾ അവർ കൈക്കലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 5ഓ 6ഓ 10ഓ പലപ്പോഴും 100 ഏക്കറുകൾ അവർ കൈക്കലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അത് കൈക്കലാക്കിയത് വെട്ടിപ്പിടിച്ചും ആൾക്കാരെ ഉപദ്രവിച്ചും കട്ടും ഒക്കെയാണ് സാധനം എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് എക്സ്ട്രീമിലി ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്. പക്ഷെ അല്ലാത്ത കേസുകളും ഉണ്ട്. റൈറ്റ്? അല്ലാത്ത കേസുകളും ഉണ്ട്. ആം, അങ്ങനെ കുറേ പേർക്ക് വലിയ ലാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ചിന്തിച്ച ഒരു ഐഡിയയാണ് ഈ ലാൻഡ് നമുക്ക് ഡിവൈഡ് ചെയ്ത് ആഹ്, ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആൾക്കാർക്ക്. റൈറ്റ്? അതിനാണ് ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് അറ്റ്ലീസ്റ്റ് ഇത് ജീവിച്ചവരാണ്. അപ്പം അങ്ങനെ ഒരു ഐഡിയ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ട്രൈ ചെയ്തെങ്കിലും അത് ഏറ്റവും സക്സസ്ഫുള്ളി നടന്ന സ്ഥലം കേരളമാണ്. അപ്പം ആൾക്കാർക്കെല്ലാം ഒരു ഈക്വാലിറ്റി കൊണ്ടുവരിക, ഒരു ഈക്വൽ ഫൂട്ടിങ്ങിലൂടെ നമ്മളൊരു പുതിയൊരു രാജ്യം തുടങ്ങുമ്പോൾ എല്ലാവരും ഈക്വലായിട്ട് തുടങ്ങിക്കോട്ടെ എന്നുള്ളതായിരുന്നു അതിൻ്റെ പുറകിലുള്ള ഐഡിയ. റൈറ്റ്? ആൻഡ് അത് വളരെ നോബിളായ വെൽ ഇൻറ്റൻഷൻഡ് ഐഡിയ ആണ്. പക്ഷേ കേരളത്തിൽ അത് കാരണം സംഭവിച്ചൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലാൻഡായിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. കേരളത്തിൽ ലാൻഡ് റിഫോം നടന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ലാൻഡ് റിഫോം വളരെ സക്സസ്ഫുള്ളി നടന്നു. പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും ഒന്നും അത്രയും സക്സസ്ഫുള്ളി നടന്നിട്ടില്ല. എങ്കിലും നടന്നിട്ടുണ്ട് കേരളത്തിൽ വളരെയധികം എക്സ്റ്റെൻസീവായിട്ട്. അപ്പം ഇത് നടന്ന സമയത്ത് ലാൻഡുകളെ ചെറിയ ചെറിയ ലാൻഡുകളായിട്ട് ഗവൺമെൻറ് ഡിവൈഡ് ചെയ്തു. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ലാൻഡുകളായിട്ട് ഗവൺമെൻറ് ഡിവൈഡ് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് അഗ്രികൾച്ചർ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ 1 ഏക്കർ സ്ഥലത്തോ അല്ലെങ്കിൽ 50 സെന്റിലോ അല്ലെങ്കിൽ 2 ഏക്കറിലോ നമുക്ക് അഗ്രികൾച്ചർ ചെയ്യുന്നത് ഒട്ടും വയബിൾ അല്ല. റൈറ്റ്? അവിടെ അഗ്രികൾച്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഹാർവെസ്റ്റ് നമുക്ക് അത്രമാത്രം ഒരു ഫാമിലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഓക്കെ, എൻ്റെ ലാൻഡ് എന്തായാലും ഡിവൈഡ് ചെയ്തു, ചെറിയ ലാൻഡേ ഉള്ളൂ, ആ ലാൻഡിനകത്ത് അഗ്രികൾച്ചർ ഇനി ചെയ്താൽ കാര്യമില്ല, ഞാൻ വേറെ എന്തിലേക്ക് മാറാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ആൾക്കാർ കൂടുതൽ മാറുന്തോറും നമ്മൾ അഗ്രികൾച്ചർ കേരളത്തിൽ മെല്ലെ മെല്ലെ ഡൈ ഡൗൺ ചെയ്തു വന്നു. അതാണ് ശരിക്കും കേരളത്തിൽ സംഭവിച്ചത്. പക്ഷേ വേറൊരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ലാൻഡ് പാർസൽസ് ആണ് കേരളത്തിലുള്ളതുകൊണ്ട് ഇൻഡസ്ട്രീസ് അധികം കേരളത്തിലോട്ട് വന്നുമില്ല. ഇപ്പം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസോ ഫാക്ടറീസോ ഒക്കെ വരണമെങ്കിൽ അവർക്കും ഏക്കർ കണക്കിന് സ്ഥലം വേണം. ഈ ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയി കിട്ടത്തില്ല. കാരണം പലരുടെ അടുത്തുമാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നെല്ലാം ഇത് മേടിച്ചൊരു കമ്പനിക്ക് വെക്കണമെങ്കിൽ അതും പറ്റത്തില്ല. അതുകൊണ്ട് അധികം മാനുഫാക്ചറിങ് ജോലികൾ വന്നില്ല. മാനുഫാക്ചറിങ്ങിലാണ് കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് മാനുഫാക്ചറിങ്. അപ്പം മാനുഫാക്ചറിങ്ങിലും അധികം പേരില്ല. അപ്പം മലയാളികൾ ആ സമയത്ത് താങ്ക്ഫുള്ളി എന്താ പറയുക, ദൈവകരുണ കൊണ്ട് നമുക്ക് ഗൾഫിലേക്കൊക്കെ ഒരു ആക്സസ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ മലയാളികൾ ഗൾഫിലേക്ക് പോയി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ആ ഗൾഫ് റെമിറ്റൻസ് ആണ് ഇന്നും കേരളത്തെ ഒരു പരിധിവരെ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു കേരളത്തെ പറ്റിയൊരു ബുക്ക് വായിക്കായിരുന്നു. ആ ബുക്കിൻ്റെ പേരെൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പം പോയി. ആം, ആം, പേര് കിട്ടുന്നില്ല. ഞാൻ ഷോ നോട്ട്സിൽ ആ ബുക്ക് ഇടാം. കേരളത്തെ പറ്റിയൊരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഉണ്ടായിരുന്നു. ത്രിപുർ ധർമ്മൻ സിംഗിൻ്റെ ബുക്കാന്ന് തോന്നുന്നു. പുള്ളി അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് റെമിറ്റൻസ് ആണ് കേരളത്തിലെ ലാൻഡ് റിഫോംസ് കൊണ്ടുണ്ടാക്കിയ പ്രശ്നത്തെ സേവ് ചെയ്തതെന്ന്. റൈറ്റ്? ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 23-25% ഓഫ് കേരളത്തിൻ്റെ GDP ഗൾഫ് റെമിറ്റൻസസ് നിന്ന് വരുന്നതാണ്. ഗൾഫ് റെമിറ്റൻസ് മാത്രമല്ല, മൊത്തത്തിലുള്ള റെമിറ്റൻസസ് നിന്ന് വരുന്നതാണ്. അത് ഒത്തിരി പൈസയാണ്. റൈറ്റ്? അപ്പോൾ കേരളത്തിലെ പല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നതും കേരളത്തിലെ പല ടാക്സേഷൻ്റെ വിഷയത്തിനകത്ത് നമുക്ക് ഗവൺമെൻറ് കുറേ ടാക്സ് കിട്ടുന്നതും ഒക്കെ റെമിറ്റൻസ് ഫ്യൂൽ ചെയ്തിട്ടുള്ള മണിയാണ്. റൈറ്റ്? അതുകൂടാതെ നമുക്ക് പലർക്കും പുറത്തു പോയി പഠിക്കാൻ പറ്റുന്നതും ഒക്കെ ഗൾഫ് റെമിറ്റൻസ് വന്നിട്ടുള്ള മണി, അവർ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇൻഡയറക്ട്ലി കിട്ടുന്നതൊക്കെ കൊണ്ടാണ്. റൈറ്റ്? സോ ലാൻഡ് റിഫോംസ് ഓൺ ദ വൺ സൈഡ് ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ ഒരു രീതി സഹായിച്ചു എന്ന് നമുക്കൊരു ആർഗ്യുമെന്റ് നടത്താൻ പറ്റുമെങ്കിലും ഓൺ ദി അതർ സൈഡ് അത് കാരണം അഗ്രികൾച്ചർ കേരളത്തിൽ വളരെയധികം ഡൈ ഡൗൺ ചെയ്യാനും മാനുഫാക്ചറിങ് ഒത്തിരി ഡൈ ഡൗൺ ചെയ്യാനും നമ്മുടെ പല മലയാളികളും ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെടാനും ഉള്ള ഒരു വേറൊരു സൈഡിൽ അതിന് കാരണമായി തീർന്നു. റൈറ്റ്? സോ ലാൻഡ് റിഫോംസ് നടക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമല്ല സംസാരിക്കുന്നത്. പക്ഷെ അതിലുപരി അതിനകത്തൊരു ട്രേഡ് ഓഫ്സ് ഉണ്ടായിരുന്നു ഈ ഒരു പോളിസിനകത്ത്. റൈറ്റ്? അപ്പോൾ ലാൻഡ് റിഫോംസ് നടക്കുന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് ഗുണമുണ്ടായതുപോലെ അതിൻ്റെ ട്രേഡ് ഓഫ്സ് ആയിരുന്നു അഗ്രികൾച്ചറിനകത്തും മാനുഫാക്ചറിങ്ങിനകത്തും ഈവൻ മൈഗ്രേഷനകത്തും സംഭവിച്ചത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു എക്സാമ്പിൾ. ഉം. ഈ റെമിറ്റൻസസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ടൈലർ കോവൻ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ഉണ്ട്. ആള് ഡിസ്കവറി ഓർ ഇന്നർ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദുബായ് ആണ് ഏറ്റവും നല്ലോണം ഫംഗ്ഷൻ ചെയ്യുന്ന ഇന്ത്യൻ സിറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഏൺ ചെയ്യുന്നത് ദുബായ് നിന്നാണ്. അപ്പോൾ Yeah. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഫംഗ്ഷനിങ് സിറ്റിയും ചിലപ്പോൾ ദുബായ് ആയിരിക്കും. Yeah. അപ്പോൾ ഈ മാനുഫാക്ചറിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആലോചിച്ചൊരു സംഭവം ട്രേഡ് യൂണിയൻസിന്റെ ഒരു കേസാണ്.
അതും ഒരു യാ. ഇൻട്രസ്റ്റിംഗ് കേസാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ സിസ്റ്റം ഒക്കെ ഉള്ളത് കേരളത്തിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ്. ആഹ് എപ്പോ വേണമെങ്കിലും ഒരു ഫാക്ടറി ഒക്കെ പൂട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് ഒക്കെയാണ്. നമ്മള് ഇതിന് മുന്നേ ഒരു ഫെലോഷിപ്പ് ചെയ്യുമ്പോ സ്കിൽ ഗ്യാപ്പുകളും ഓരോ കമ്പനികൾക്കും എന്തൊക്കെയാണ് വേക്കൻസി ഒക്കെ വരുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനികളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പല കമ്പനികളെന്നും പറഞ്ഞൊരു സംഭവം മലയാളികളാണെങ്കിൽ ഹയർ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഈ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആകുന്നതുകൊണ്ട്. വേറെ സ്റ്റേറ്റ്സ് നിന്നൊക്കെയുള്ള വർക്കേഴ്സ് ആണെങ്കിലാണ് നമ്മൾക്ക് താല്പര്യം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതൊരു അഗെയിൻ ട്രേഡ് യൂണിയൻ ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന വേറൊരു ഡിബേറ്റ് ആണ്. അതിനും ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. ട്രേഡ് യൂണിയൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് ഭയങ്കര നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അവർക്ക് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലീവ് പോളിസി, ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അതേസമയം അത് ഇമ്പാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇപ്പൊ ജോലി നോക്കുന്നവരെയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ എക്സ്പാൻഷനും പുതിയ ജോലി വരുന്നതും അങ്ങനെയൊക്കെയുള്ളതിനെ വളരെയധികം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യാ. സോനിൽ പറഞ്ഞതുപോലെ വേറെ രാജ്യങ്ങളിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്നതിൽ ട്രേഡ് യൂണിയനിസവും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലും ഒരു ട്രേഡ് ഓഫ് ഉണ്ട് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് ചിലപ്പോൾ വേറൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളിപ്പം 3 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പബ്ലിക് പോളിസിയിൽ എങ്ങനെയാണ് ട്രേഡ് ഓഫ്സ് കാണുന്നത്, എങ്ങനെയാണ് ട്രേഡ് ഓഫ്സ് വരുന്നത് എന്നുള്ള 3 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിനകത്തെല്ലാം ഒരു പോളിസി ഇറങ്ങിയതും കൊണ്ട് വിന്നേഴ്സ് ഉണ്ട്, ലൂസേഴ്സ് ഉണ്ട്. ഒരു പോളിസി ഇറങ്ങിയത് കൊണ്ട് അത് ഒരു സെക്ടറിന് ഗുണം ചെയ്യുമ്പോൾ വേറെ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ 3 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. സോ, എനിക്കുള്ള ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, പബ്ലിക് പോളിസിയിൽ ട്രേഡ് ഓഫ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? റൈറ്റ്? പോളിസിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ആസ് സിറ്റിസൺസ് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ട്രേഡ് ഓഫ്സിനെ പറ്റി ചിന്തിക്കേണ്ടത്? എന്താണ് ആനന്ദ് അഭിപ്രായം? ഇത് ഞാൻ ആ ട്രേഡ് ഓഫിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്. ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. കേരളവും അത്ര വലിയ ഡിഫറൻ്റ് ഒന്നുമല്ല. ഇന്ത്യയുടെ സാഹചര്യം പോലെ തന്നെയാണ്. നമ്മൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന്നൊക്കെ ഫോക്കസ് മാറ്റുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ആലോചിക്കണം ആസ് സിറ്റിസൺസ്. ഈ പൈസേനെ കൊണ്ട് ഗവൺമെന്റ് ഈ റിസോഴ്സസും ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസും ഉണ്ട്. ഇതാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്? അതോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കേരള ഗവൺമെന്റിനും ഇന്ത്യ ഗവൺമെന്റിനൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ സിറ്റിസൺസ് ആണ് അത് ആലോചിക്കേണ്ടത്. സിറ്റിസൺസ് ആണ് ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഗവൺമെന്റ് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് സാധനങ്ങൾ ചെയ്യാനാണ് നോക്കുക. അവരുടെ പവർ എക്സ്പാൻഡ് ചെയ്യാനാണ് നോക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിന് എപ്പോഴും ചിലപ്പോൾ താല്പര്യമായിരിക്കും. പക്ഷെ സിറ്റിസൺസ് ആയ നമ്മൾ ആവശ്യത്തിന് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യണം. ഏഹ് കാരണം നമ്മുടെ ടാക്സ് വാങ്ങിയിട്ട് നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഗവൺമെന്റ് ഇതൊക്കെ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മളുടെ പൈസയാണ് ചെലവാകുന്നത് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പൊ എവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗവൺമെന്റ് പൈസ സ്പെൻഡ് ചെയ്യുന്നത് അതിൽ തന്നെയാണോ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ കൃത്യമായിട്ട് എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലത് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. അതിൽ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. യാ. സോ, നീ പറഞ്ഞ കാര്യം തന്നെ ഇൻ അതർ വേർഡ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ട എസെൻഷ്യൽ ആക്ടിവിറ്റീസ് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ നീ കുറച്ച് ക ആനന്ദ് കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ ലിസ്റ്റിലോട്ട് ഒന്നുകൂടെ പോവാം. പക്ഷെ അതിന് മുമ്പ് ഗവൺമെന്റ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റൈറ്റ്? അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പലരുടെ അഭിപ്രായത്തിൽ പല കാര്യങ്ങളായിരിക്കും. പക്ഷെ എസെൻഷ്യലി ഒരു കോർ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ഓഫ്സ് ഭയങ്കര ലോ ആയിരിക്കും. റൈറ്റ്? അപ്പോൾ ലൂസേഴ്സ് ഭയങ്കര കുറവായിരിക്കും. കാരണം അത് ചെയ്യാൻ ഗവൺമെന്റിന് മാത്രമേ പറ്റത്തുള്ളൂ. റൈറ്റ്? കൂടുതലും വിന്നേഴ്സ് ആയിരിക്കും അറ്റ്‌ലീസ്റ്റ്. റൈറ്റ്? പക്ഷേ അതല്ലാത്ത സ്ഥലങ്ങളിൽ ഗവൺമെന്റ് കൈ കടത്താൻ പോകുമ്പോൾ, ഗവൺമെന്റ് ഇപ്പോൾ ബിസിനസ് റൺ ചെയ്യാൻ പോകുമ്പോഴോ, ഗവൺമെന്റ് ഒടിടി തുടങ്ങാൻ പോകുമ്പോഴോ, ഗവൺമെന്റ് ടാക്സി ഓടിക്കാൻ പോകുമ്പോഴോ, വൈഫൈ തുടങ്ങാൻ പോകുമ്പോഴോ, റൈറ്റ്? ഇപ്പം ഗവൺമെന്റ് മുണ്ട് ബിസിനസ് തുടങ്ങുമ്പോഴോ, ഇതിനകത്തൊക്കെ ഗവൺമെന്റ് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി. കാരണം അവിടെ ട്രേഡ് ഓഫ്സ് ഗവൺമെന്റ് ലൂസേഴ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. ട്രേഡ് ഓഫ്സ് ഗവൺമെന്റ് ഫേവറബിൾ ആയിട്ടായിരിക്കില്ല ട്രേഡ് ഓഫ്സ് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്? സോ അതാണ്. ഗവൺമെന്റിന് എസെൻഷ്യലായ ആക്ടിവിറ്റീസിനകത്ത് ട്രേഡ് ഓഫ്സ് ഗവൺമെന്റിന് ഫേവറബിൾ ആയിട്ടും ആയിരിക്കും. അല്ലാത്ത ആക്ടിവിറ്റീസിൽ ട്രേഡ് ഓഫ്സ് അൺഫേവറബിൾ ആയിട്ടായിരിക്കും. ചിലപ്പോൾ അല്ലാത്ത ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യേണ്ട കേസസ് വരാം. പക്ഷെ അത് വളരെ കെയർഫുള്ളി ചെയ്യണം എന്നുള്ളതാണ്
എനിക്കൊരു കാര്യം തോന്നുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റ് നിർത്തുന്നതിന്റെ മുമ്പ് നേരത്തെ നീ കുറച്ച് പൊ ഒരു ഏരിയാസ് ലിസ്റ്റ് ചെയ്തിരുന്നു. ഗവൺമെന്റ് എസെൻഷ്യൽ ആയിട്ട് ചെയ്യണമെന്ന് നിനക്ക് അഭിപ്രായമുള്ള കുറച്ച് ഏരിയാസ്. അത് ഒന്നും കൂടെ പറയുമോ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് അതൊന്ന് ഹൗ അബൌട്ട് നമുക്ക് അതൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കിയാലോ? ഏതൊക്കെയാണ് നിന്റെ അഭിപ്രായത്തിൽ വരുന്ന ഏരിയാസ്ന്ന്? ഉം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കേണ്ട കുറച്ച് കാര്യങ്ങള്. ഒന്ന് ലോ ആൻഡ് ഓർഡർ എൻഷുർ ചെയ്യുക. ആരും ഓക്കെ. വേറൊരാളെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക. വേറൊരാളെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക. അതിനൊക്കെ യാഹ്. കൃത്യമായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എൻഷുർ ചെയ്യുക. പോലീസ് ഓക്കെ. സർവീസിനെ കൃത്യമായിട്ട് വെക്കുക. യാഹ്. കോർട്ട് സിസ്റ്റം അതായത് ഇന്ത്യയാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കുറവ് ജഡ്ജസ് ഉള്ള ഒരു രാജ്യമായിട്ടൊക്കെ പൊതുവെ പറയാറുള്ളത്. ഉം. അപ്പോ കൃത്യമായിട്ടൊരു കോർട്ട് സിസ്റ്റം ഒക്കെ റൺ ചെയ്യിപ്പിക്കുക. യാഹ്. ആവശ്യത്തിനുള്ള ജഡ്ജസിനൊക്കെ അപ്പോയിന്റ് ചെയ്യുക. ആ, പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെയൊക്കെ റെക്കോർഡ്സ് ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇങ്ങനത്തെ ഉം. കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ട്. വേറെ ആരും ഇതിൽ ഒന്നും ചെയ്യില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉം. കുറച്ചും കൂടി പറയാൻ പറ്റുന്നത് പബ്ലിക് സർവീസ് ഒക്കെ എൻഷുർ ചെയ്യുക. ഉം. വീടുകളിലൊക്കെ കുടിവെള്ളം എത്തുന്നുണ്ടോയെന്നും, ഓക്കെ. വേസ്റ്റ് മാനേജ്മെന്റ്, സാനിറ്റേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. ഉം. ഇതൊക്കെ വേറൊരു പ്രൈവറ്റ് ആൾക്കാർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതൊക്കെ ഉം. ഗവൺമെന്റ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഒന്നും ഒരിക്കലും ഒരു പ്രൈവറ്റ് ആളെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉം. ഇങ്ങനത്തെ കുറച്ച് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള മേഖലകളുണ്ട്. ഗവൺമെന്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന, ഗവൺമെന്റ് മാത്രം പോളിസീസ് കൊണ്ടുവരാൻ പറ്റുന്ന. അതില് ഉം. ഗവൺമെന്റ് മാക്സിമം ഫോക്കസ് ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് പിന്നെയും പൈസയും സമയവും ഒക്കെ ബാക്കിയുണ്ടെങ്കില് സോപ്പ് ഉം. ഉണ്ടാക്കാനും, തീപ്പെട്ടി ഉണ്ടാക്കാനൊക്കെ പോയാ മതി എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞതിനകത്ത് ഇപ്പൊ ലോ ആൻഡ് ഓർഡറിനകത്ത് പോലീസ്, കോർട്ട്, ഇപ്പം ലോ ആൻഡ് ഓർഡറിന് തന്നെ മറ്റേ ഈ പോയിന്റും എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഈ ലാൻഡ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് റെക്കോർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിനെ പറ്റത്തുള്ളൂ. ഇപ്പൊ കാരണം എന്റെ ലാൻഡ് വേറൊരാൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ആ റെക്കോർഡ് കീപ്പ് ചെയ്യണം. അത് ഗവൺമെന്റ് അതിന്റെ ഇടയിൽ നിന്നാലേ അത് നടക്കുകയുള്ളൂ, റൈറ്റ്? സോ അപ്പോൾ ആ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന വർക്ക് അത് ഗവൺമെന്റിനെ പറ്റത്തുള്ളൂ. പബ്ലിക് സർവീസ് നോക്കുകയാണെങ്കിൽ ഈ സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. സോ ബേസിക്കലി പബ്ലിക് സർവീസിനകത്തുള്ള എസെൻഷ്യൽ ഏരിയാസ്, റൈറ്റ്? സോ പബ്ലിക് സർവീസ് ഡെലിവറി പറഞ്ഞു. പിന്നെ ലോ ആൻഡ് ഓർഡർ പറഞ്ഞു. പിന്നെ വേറെന്താ ഉള്ളത് ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്റെ അഭിപ്രായത്തില്? ഇപ്പം എനിക്ക് ഡിഫൻസ് നമുക്ക് ഗവൺമെന്റിന് മാത്രമേ ചെയ്യാൻ യാ പറ്റുന്നത് പറയും. ഇപ്പൊ ആർമി കീപ്പ് ചെയ്യുക. അപ്പൊ ഒരു കൺട്രിക്ക് ഒരു ഇതല്ലേ, ഒരു ആർമി കീപ്പ് ചെയ്യുക, നേവി കീപ്പ് ചെയ്യുക. ആ വർക്ക് ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഡിഫൻസ് എനിക്ക് ഗവൺമെന്റ് ഒരു ഏരിയ ആയിട്ട് തോന്നുന്നു. വേറെന്താണ് നിന്റെ മനസ്സിൽ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആയിട്ട് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിനേഷൻ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യുക. ആ. പബ്ലിക് ഹെൽത്ത് അതായത് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിവെന്റീവ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നത്. അസുഖം Yeah. വരുന്നതിന് മുന്നേ തന്നെയുള്ള അസുഖം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പ്രോഗ്രാംസ്. അതൊക്കെ ഉം. ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോ അങ്ങനെയുള്ളവരോ റൺ ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല. ഉം. അങ്ങനത്തെ ഉം. കേസുകളിൽ പബ്ലിക് ഹെൽത്ത് വാക്സിനേഷൻ പ്രോഗ്രാംസ്, ന്യൂട്രീഷൻ ഉം. കൊടുക്കുന്ന പ്രോഗ്രാംസ് അങ്ങനത്തതൊക്കെ റൺ ഉം. ചെയ്യിപ്പിക്കുന്നതും ചിലപ്പോൾ ഗവൺമെന്റ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം. യാ. ഓക്കെ. ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു നേരത്തെ നീ പറഞ്ഞതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനിൽ, ഗവൺമെന്റ് എഡ്യൂക്കേഷനിലൊക്കെ ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യേണ്ട വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, റൈറ്റ്? ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു തമാശ, ഇപ്പൊ ഇന്ത്യയിൽ IITs ഉണ്ട്, IIMs ഉണ്ട്, വിച്ച് ഇസ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൈറ്റ്? ലോകത്തിലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് IITs അല്ലെങ്കിൽ ബിസിനസ് IIMs, റൈറ്റ്? അപ്പം പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഫൗണ്ടേഷണൽ ലിറ്ററസി, ന്യൂമറസി, അതായത് ബേസിക് ലിറ്ററസി, ന്യൂമറസി വളരെ മോശമാണ്, റൈറ്റ്? ഈവൻ കേരളത്തിലെ സ്കൂളുകളിൽ വളരെ മോശമാണെന്നുള്ള ഈസർ റിപ്പോർട്ട് കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം ഇറങ്ങിയിരുന്നു. അപ്പോൾ ഗവൺമെന്റ് പുതിയ കോളേജുകൾ തുടങ്ങാനും, ഇപ്പം പുതിയ കോളേജുകൾ തുടങ്ങാനോ പുതിയ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ, കാരണം അവിടെ കുറച്ചും കൂടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്, റൈറ്റ്? ഗവൺമെന്റ് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫൗണ്ടേഷണൽ ന്യൂമറസി ലിറ്ററസിയിലാണ്. കാരണം ഫൗണ്ടേഷണൽ ന്യൂമറസി ലിറ്ററസി ഇല്ലാതെ ആൾക്കാർ വരികയാണെങ്കിൽ അത് കൺട്രിക്കാണ് ദോഷം, റൈറ്റ്? സോ അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ ഇല്ലാത്ത ആൾക്കാർ വരിക എന്നുള്ള ട്രേഡ് ഓഫ്സ് അതിനകത്ത് ഭയങ്കര പ്രോബ്ലം ഉണ്ട്, റൈറ്റ്? സോ ഗവൺമെന്റ് അപ്പം ഗവൺമെന്റ് ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി. സോ എനിക്ക് തോന്നുന്നു പ്രൈമറി എഡ്യൂക്കേഷനകത്തും ബേസിക് ലിറ്ററസി, ന്യൂമറസിനകത്തും റൂറൽ ഏരിയാസിനകത്തും വേറൊരു ഏരിയ എൻ്റെ മനസ്സിൽ വന്നത് ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യാൻ. ബട്ട് കുറെ ഏരിയാസ് നമുക്കിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വരും. പക്ഷെ ഇതെല്ലാം എസെൻഷ്യൽ ഏരിയാസ് ആണ്. നമ്മുടെ ഗവൺമെന്റുകളെല്ലാം ഇതിനെക്കാട്ടും യുനോ 100ഉം 200ഉം ഏരിയാസിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇപ്പം ഇൻവോൾവ് ചെയ്യുന്ന ഗവൺമെന്റ്സ് ആണ്. ബട്ട് അതിനകത്തെ ട്രേഡ് ഓഫ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. സോ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ദൈനംദിന പോളിസി കളക്ടീവ് ഞങ്ങളൊരു
ഒരു കോമിക് ഞങ്ങൾ റിലീസ് ചെയ്തിരുന്നു. ട്രേഡ് ഓഫ്സിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ഞങ്ങളൊരു ലാർജർ കോമിക് സീരീസ് ബിൽഡ് ചെയ്യുന്നുണ്ട് മലയാളത്തില്. ഇപ്പം അത് ഇംഗ്ലീഷിലാണ് ഉള്ളത്. മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നു. അപ്പം ഒരു ലാർജർ കോമിക് സീരീസ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ട്രേഡ് ഓഫ്സ് ആണ്. അപ്പം അതിനകത്തൊരു സ്റ്റുഡന്റിന്റെ ജേർണിയാണ് ട്രേഡ് ഓഫ്സ് എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷോ നോട്ട്സിൽ കൊടുക്കാം. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ, ആ കോമിക്കും ഞങ്ങൾ ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. സോ, അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ലാസ്റ്റ് തോട്ട്സ് ഉണ്ടോ ആനന്ദ്? ഇല്ല. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും തോന്നുന്ന ഗവൺമെന്റ് എസൻഷ്യലായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്ന ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലും അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം. നമ്മളോടും ഷെയർ ചെയ്യാം. യാ. ഓക്കെ. ഓൾറൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. എല്ലാവരും കേട്ടിരുന്നതിന് നന്ദി. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. ബൈ.